യാൽ ഞങ്ങളെ രക്ഷിച്ചോൻ മശിഹ കൈക്കൊണ്ടീകർമ്മം കാരുണ്യം ചെയ്ക ആശ യാൽ ഞങ്ങളെ രക്ഷിച്ചോൻ മശിഹ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ കഷ്ടാനുഭവ വാരത്തിലൂടെ നാം കടന്നു പോകുകയാണ്. ഈ ദിനങ്ങൾ നാം കുരിശിനെ നോക്കി യാത്ര ചെയ്യുകയും കുരിശിനെ സഹിച്ചവനെ ധ്യാനിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണല്ലോ. റോമാ സാമ്രാജ്യത്തിൽ തെറ്റ് ചെയ്തവരെ കൊലയ്ക്കുള്ള ശിക്ഷയായിരുന്നു കുരിശിൽ തറയ്ക്കുന്നത്. ആദ്യകാലങ്ങളിൽ കുരിശ് നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും പാത്രമായിരുന്നെങ്കിൽ പാപമില്ലാത്ത നമ്മുടെ കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ കുരിശ് രക്ഷയുടെ ആയുധമായി മാറി. ആ കുരിശിനെ വഹിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്താണ് കർത്താവിൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഒന്നാമതായി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്കോ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനായിട്ട് ഇടവരരുത്. കർത്താവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകണം. ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളിലുമാണ് നാം പലപ്പോഴും പ്രശംസ എന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ജോലി, വിദ്യാഭ്യാസവും നമുക്ക് ലഭിക്കുന്ന ചില നേട്ടത്തിൽ മാത്രം നാം പ്രശംസിക്കുന്നവരായി തീരാതെ കർത്താവിൻ്റെ ക്രൂശിൽ പ്രശംസിപ്പാനായിട്ട് നമുക്കിടയാകട്ടെ. രണ്ടാമത്, കർത്താവിൻ്റെ ക്രൂശിനോട് വിശ്വസ്തരാകുവാൻ നമുക്കിടയാകണം. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ശരിക്കും കർത്താവിൻ്റെ ക്രൂശ് എടുക്കുന്നവരായി തീരുന്നത്. എന്തെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ക്രിസ്തുവിനോട് വിശ്വസ്തരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായികളായി നാം മാറുന്നത്. കർത്താവ് ക്രൂശ് വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ തൻ്റെ പേഴ്സണൽ സർക്കിളിലുള്ള ആരെയും കൂടെ ഉണ്ടായിരുന്നതായി നാം കാണുന്നില്ല. എന്നാൽ അപരിചിതനായ കുറേനക്കാരനായ ശീമോൻ കർത്താവിൻ്റെ ക്രൂശ് വഹിക്കുന്നതായി നാം കാണുകയാണ്. ആ കുറേനക്കാരനായ ശീമോനെ പോലെ നാൾ തോറും ക്രിസ്തുവിൻ്റെ ക്രൂശ് വഹിക്കുവാനും അവനെ പിൻപറ്റുവാനും നമുക്കിടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.